സെൻസസിനോടനുബന്ധിച്ചുള്ള സെൽഫ് എന്യൂമറേഷൻ എങ്ങനെ ചെയ്യാം എന്നതിൻ്റെ വിശദമായ വീഡിയോ ആണിത്. എല്ലാ ചോദ്യങ്ങളും കവർ ചെയ്ത് കാണിക്കുന്നു. ആദ്യമേ പറയട്ടെ, സെൽഫ് എന്യൂമറേഷൻ ചെയ്യൽ നിർബന്ധമില്ല. ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈ കണക്കെടുപ്പ് നേരിട്ട് നടത്തിക്കൊള്ളും. വിവരങ്ങൾക്ക് കൂടുതൽ കൃത്യത ലഭിക്കാനും എന്യൂമറേഷൻ പ്രക്രിയ വേഗത്തിൽ പൂർത്തിയാക്കാനുമാണ് നമ്മൾ തന്നെ ഇത് ചെയ്യുന്നത്. നിങ്ങൾ താമസിക്കുന്ന വീട് സ്വന്തമാണെങ്കിലും വാടകയ്ക്കാണെങ്കിലും സെൽഫ് എന്യൂമറേഷൻ ചെയ്യാം. ഇനി എന്യൂമറേഷനിൽ നിങ്ങൾ പ്രധാനമായും നൽകേണ്ട വിവരങ്ങൾ ഇവയാണ്: 1. വീടിൻ്റെ മാപ്പ് ലൊക്കേഷൻ. 2. വീടിൻ്റെ നിർമ്മാണ സാമഗ്രികൾ, ഭിത്തി, നിലം, മേൽക്കൂര എന്നിവ. 3. വീട്ടിലെ അംഗങ്ങൾ എത്ര, വീട്ടിലെ മുറികളുടെ എണ്ണം എത്ര. 4. കുടിവെള്ളത്തിൻ്റെ ലഭ്യത. 5. കക്കൂസ്, കുളിമുറി എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. 6. പാചകത്തിൻ്റെ രീതി. 7. വീട്ടിലെ ഉപകരണങ്ങൾ അഥവാ ആസ്തികൾ ഏതൊക്കെ. ഇനി എന്യൂമറേഷനിലോട്ട് കിടക്കാം. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും തന്നിട്ടുള്ള ലിങ്ക് മുഖേന വെബ്സൈറ്റിൽ പ്രവേശിക്കുക. തുറന്നു വരുന്ന പേജിൽ സംസ്ഥാനം കേരളം എന്നത് സെലക്ട് ചെയ്യുക. ശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് നൽകി വേരിഫൈ എന്നത് അമർത്തുക. അപ്പോൾ വരുന്ന പോപ്പപ്പ് സ്ക്രീനിൽ ഓക്കെ എന്നത് അമർത്തുക. ശേഷം കുടുംബനാഥൻ അഥവാ കുടുംബനാഥയുടെ പേര് തെറ്റാതെ ടൈപ്പ് ചെയ്യുക. ഒരിക്കൽ നൽകി വേരിഫൈ ചെയ്താൽ ഈ പേര് തിരുത്താനാകില്ല. അതിനുശേഷം അവരുടെ പേരും ഒരു മൊബൈൽ നമ്പറും നൽകുക. മൊബൈൽ നമ്പർ കോഡില്ലാതെ 10 അക്ക നമ്പർ ആയി നൽകുക. ഇമെയിൽ നൽകൽ നിർബന്ധമില്ല. അതിനുശേഷം വേരിഫൈ ആൻഡ് പ്രൊസീഡ് എന്നത് അമർത്തുക. അപ്പോൾ ഫോണിൽ ഒരു OTP വരുന്നതാണ്. സ്ക്രീനിൽ കാണിക്കുന്നതിൽ ഓക്കെ അടിച്ച ശേഷം നിങ്ങൾക്ക് ലഭിച്ച OTP നൽകുക. ശേഷം വേരിഫൈ OTP എന്നത് അമർത്തുക. അതിനൊപ്പം തൊട്ട് മുകളിൽ കാണിച്ചിട്ടുള്ള ലാംഗ്വേജ് അഥവാ ഭാഷ തിരഞ്ഞെടുക്കുക. ഒരിക്കൽ സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചാൽ പിന്നീട് ഇത് മാറ്റാൻ കഴിയില്ല. ഇവിടെ മലയാളം സെലക്ട് ചെയ്യുന്നതാണ് ഉചിതം. മലയാളം തീരെ കുറച്ച് മാത്രമേ അറിയുള്ളൂ എങ്കിൽ മാത്രമേ മറ്റ് ഭാഷകൾ അഥവാ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കാവൂ. ഭാഷ തിരഞ്ഞെടുത്ത ശേഷം വേരിഫൈ അമർത്തുക. ഇനി ചെയ്യേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ ലൊക്കേഷൻ കൃത്യമായി രേഖപ്പെടുത്തണം. അതിനായി സ്ക്രീനിൽ വരുന്ന പോപ്പപ്പിൽ ഓക്കെ എന്ന് അടിച്ച ശേഷം നിങ്ങളുടെ ജില്ല, പിൻകോഡ്, സിറ്റി അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് നൽകുക. സ്ഥലം അല്ലെങ്കിൽ സിറ്റി നൽകുമ്പോൾ വരുന്ന ലിസ്റ്റിൽ നിന്ന് നിങ്ങളുടെ വീടിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഇനി തൊട്ട് താഴെ ഗൂഗിൾ മാപ്പ് പോലെ സ്ക്രീനിൽ കാണാവുന്നതാണ്. അതിലെ ലൊക്കേഷൻ സിമ്പൽ അഥവാ ചുവന്ന മാർക്കർ കൃത്യമായി നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ കൊണ്ടുവരണം. അതിനായി 2 വിരലുകൾ സ്ക്രീനിൽ തൊട്ട് നീക്കിയാൽ മതി. മാപ്പ് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ കഴിയും. നിങ്ങളുടെ വീടിന് സമീപമുള്ള ലാൻഡ്മാർക്കും റോഡും എല്ലാം പരിശോധിച്ച് നിങ്ങളുടെ വീടിൻ്റെ സ്ഥലം കൃത്യമായി കണ്ടുപിടിച്ച് പ്രസ്തുത ചുവന്ന മാർക്കർ വീടിൻ്റെ മുകളിൽ ആയി കൊണ്ടുവന്ന ശേഷം താഴെ സ്ഥലം സ്ഥിരീകരിക്കുക എന്നതിൽ അമർത്തുക. ഒന്നുകൂടി സ്ഥിരീകരിക്കുന്നതിനായി ഒരു സ്ക്രീനിൽ വിവരങ്ങൾ കാണിക്കും. തുടരുന്നതിനായി വേണം എന്നത് അമർത്തുക. ശേഷം വരുന്ന സ്ക്രീനിൽ നിങ്ങളുടെ വീടിൻ്റെ വിശദാംശങ്ങളാണ് നൽകേണ്ടത്. നിങ്ങളുടെ വീടിൻ്റെ നിലം എന്തുപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നത് ഓപ്ഷനിൽ നിന്നും നൽകണം. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ബാധകമാണെങ്കിൽ കൂടുതൽ ഭാഗവും ഏത് സാമഗ്രിയാണോ അത് സെലക്ട് ചെയ്യുക. ശേഷം വീടിൻ്റെ ഭിത്തിക്ക് ഉപയോഗിച്ച സാമഗ്രിയും അതിനുശേഷം മേൽക്കൂര നിർമ്മിക്കാനാവശ്യമായ പ്രധാന സാമഗ്രിയും സെലക്ട് ചെയ്യുക. കൂടുതൽ ഭാഗവും ഏത് സാമഗ്രിയാണോ ഉപയോഗിച്ചിരിക്കുന്നത് ആ ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി വീടിൻ്റെ നിലവിലെ അവസ്ഥ എന്തെന്ന് എഴുതുക. നല്ല രീതിയിലുള്ള വീടാണോ, അതോ താമസിക്കാവുന്ന തരത്തിലുള്ള വീടാണോ, അതോ ജീർണിച്ചതാണോ, അതോ നശിച്ചു പോയ ഒരു ഘട്ടത്തിലുള്ളതാണോ എന്ന രീതിയിലുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക എന്നത് അമർത്തി അടുത്ത പേജിലേക്ക് പോവുക. അടുത്തതായി കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകണം. പതിവായി എത്ര പേര് ഈ കുടുംബത്തിൽ താമസിക്കുന്നുണ്ട് എന്ന എണ്ണമാണ് നൽകേണ്ടത്. വിദേശത്തുള്ളവരെ തൽക്കാലം ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. താഴെ കുടുംബനാഥൻ അഥവാ നാഥയുടെ പേര് ഇംഗ്ലീഷിൽ ഉണ്ടാകും. തൊട്ട് താഴെ ആ പേര് മലയാളത്തിലും നൽകേണ്ടതുണ്ട്. അത് അവിടെ ടൈപ്പ് ചെയ്ത് നൽകുക. എന്യൂമറേഷൻ്റെ ആദ്യ ഭാഗത്ത് ഇംഗ്ലീഷ് തിരഞ്ഞെടുത്തവർക്ക് ഈ കോളം പൂരിപ്പിക്കാൻ ഉണ്ടാകില്ല. തൊട്ട് താഴെയായി ലിംഗഭേദം എഴുതുക. അതിന് താഴെയായി പട്ടികജാതി, പട്ടികവർഗം അല്ലെങ്കിൽ മറ്റുള്ളവരോ എന്നത് സെലക്ട് ചെയ്യുക. ശേഷം വീടിൻ്റെ ഉടമസ്ഥത ഏതാണെന്ന് കാണിക്കുക. ആ വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിലെ ആരുടെയെങ്കിലും പേരിലുള്ള വീട് ആയാൽ സ്വന്തം എന്ന് തന്നെയാണ് രേഖപ്പെടുത്തേണ്ടത്. അതായത് കുടുംബനാഥൻ്റെ പേരിൽ അല്ലെങ്കിലും ആ കുടുംബത്തിൻ്റെ സ്വന്തം വീട് എന്ന അർത്ഥത്തിൽ സ്വന്തം എന്നത് സെലക്ട് ചെയ്യണം. വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്തായി താമസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കിടക്കാൻ പറ്റുന്ന മുറികളുടെ എണ്ണം എത്രയെന്ന് എഴുതുക. കുടുംബത്തിലെ ദമ്പതികളുടെ എണ്ണം എഴുതുക.
അതിനുശേഷം സേവ് ചെയ്ത് വേണം എന്നത് സ്ഥിരീകരണം നൽകുക. അടുത്തതായി കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സ് കാണിക്കണം. പൈപ്പ് വെള്ളമാണോ, കിണറാണോ, കുഴൽക്കിണറാണോ എന്ന് സെലക്ട് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൂടുതലായി കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്ന ഏതാണോ അത് തിരഞ്ഞെടുക്കുക. ശേഷം ഈ കുടിവെള്ളം വീടിൻ്റെ അടുത്ത് തന്നെയാണോ, അതോ പരിസരത്താണോ, അതോ ദൂരെ നിന്നാണോ ലഭിക്കുന്നത് എന്നത് സെലക്ട് ചെയ്യുക. ഇനി വീട്ടിലെ വെളിച്ചത്തിൻ്റെ പ്രധാന സ്രോതസ്സ് ഏതെന്ന് രേഖപ്പെടുത്തുക. ഒന്നിൽ കൂടുതൽ ഓപ്ഷൻ ബാധകമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് എഴുതാം. ഇനി കക്കൂസിൻ്റെ ലഭ്യത രേഖപ്പെടുത്തണം. ഉണ്ട് എങ്കിൽ ഏത് തരം ഉപയോഗം എന്നത് രേഖപ്പെടുത്തുക. കക്കൂസ് ലഭ്യത ഇല്ല എങ്കിൽ ഇല്ല എന്നതിന് താഴെ തുറസായ സ്ഥലം എന്നത് അടയാളപ്പെടുത്തുക. ഇനി കക്കൂസിൻ്റെ തരം രേഖപ്പെടുത്തുക. തന്നിട്ടുള്ള 5 തരം കക്കൂസുകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം തിരഞ്ഞെടുത്താൽ മതി. ശേഷം വീട്ടിലെ അഴുക്കുവെള്ളം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന തരം ചോദ്യങ്ങളാണ്. ഈ അഴുക്കുവെള്ളം എന്നത് അടുക്കളയിലെ വെള്ളം, കുളിമുറിയിലെ വെള്ളം, അലക്കുവെള്ളം എന്നിവയാണ്. ഒരു ഓപ്ഷൻ രേഖപ്പെടുത്തുക. ശേഷം കുളിമുറി എങ്ങനെയുള്ള തരം എന്നത് രേഖപ്പെടുത്തുക. അടുത്തതായി പാചകവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. പാചകം ചെയ്യുന്നതിന് 3 ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. അടുക്കളയിലാണോ, മറ്റു മുറികളിലാണോ, അതോ തുറസായ സ്ഥലത്താണോ എന്നും അതിന് LPG അല്ലെങ്കിൽ PNG കണക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് രേഖപ്പെടുത്തുക. ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്യുക. പാചകം ചെയ്യുന്നില്ലെങ്കിൽ പാചകമില്ല എന്ന് നൽകാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇനി പാചകത്തിനായി ഉപയോഗിക്കുന്ന പ്രധാന ഇന്ധനം തിരഞ്ഞെടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുക. തുടരണം എന്നിടത്ത് വേണം എന്ന് അമർത്തുക. ഇനി വീട്ടിലുള്ള ഉപകരണങ്ങൾ അഥവാ ആസ്തികൾ എന്നിവ രേഖപ്പെടുത്തണം. റേഡിയോ, TV, മൊബൈൽ, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, വാഹനങ്ങൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തണം. ശ്രദ്ധിക്കുക, ഇത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉണ്ട് എന്ന ഓപ്ഷൻ തന്നെയാണ് നൽകേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്ന ധാന്യം ഏതെന്ന് രേഖപ്പെടുത്തുക. തൊട്ട് താഴെയായി സേവ് ചെയ്യുക എന്നത് അമർത്തിയ ശേഷം സ്ഥിരീകരിക്കാൻ വേണം എന്നത് അമർത്തുക. ഇനി വരുന്ന സ്ക്രീനിൽ പ്രിവ്യൂ വരുന്നതാണ്. അത് നന്നായി വായിച്ച് നിങ്ങൾ നൽകിയ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. എല്ലാം ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്ഥിരീകരിച്ച് സമർപ്പിക്കുക എന്നതിൽ അമർത്തുക. ചില ഓപ്ഷനുകളിൽ സംശയമുണ്ടെന്ന് തോന്നുന്ന പക്ഷം ഡ്രാഫ്റ്റായി സംരക്ഷിക്കുക എന്നതാണ് അമർത്തേണ്ടത്. സബ്മിറ്റ് ചെയ്താൽ ഇത് തിരുത്താൻ കഴിയില്ല. ആയതിനാൽ നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം സമർപ്പിക്കുക. സമർപ്പിച്ചാൽ സ്ക്രീനിൽ സെൽഫ് എന്യൂമറേഷൻ വിജയകരമായി സബ്മിറ്റഡായി എന്ന് കാണിക്കുകയും ഒരു 11 അക്ക ID കാണിക്കുകയും ചെയ്യും. ഈ ID മൊബൈലിലേക്ക് SMS ആയും വരും. ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ വീട്ടിൽ വരുമ്പോൾ നിർബന്ധമായും ഈ 11 അക്ക ID അവരുമായി പങ്കിടുക. ബാക്കിയുള്ള വിവരങ്ങൾ അവർ ശേഖരിച്ചുകൊള്ളും.